നമസ്കാരം. ഹോം സ്റ്റൈൽ ലൈഫിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തവണ നമ്മൾ പരിചയപ്പെടുന്ന വളരെ ഡിഫറെൻറ്റ് ലുക്കായിട്ടുള്ള ഒരു വീടാണ്. പ്രൈം ഇൻറ്റീരിയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ഡിസൈൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളൊരു വീടാണ്. അപ്പോൾ അതിൻ്റെ ഓണറായിട്ടുള്ള രജീഷ് ഭായ് നമ്മളോടൊപ്പം ഉണ്ട്. രജീഷ് ഭായ്, എന്താണ് ഈ വീടിൻ്റെ ഒരു പ്രത്യേകത? ഇത് ഞങ്ങൾ ഇതുവരെ കാണുന്ന കണ്ടംപററി സ്റ്റൈലിൽ നിന്ന് കുറച്ച് മാറിയിട്ട് നിൽക്കുന്നൊരു... അതെ, ഇതൊരു ഒറ്റ ഫ്ലോറിൽ തന്നെ ചെയ്തൊരു വീടാണ്. ഒറ്റ ഫ്ലോറേ ഉള്ളൂ. മാത്രമല്ല പരിപൂർണ്ണമായുള്ള ഒരു വാസ്തു കൺസൾട്ടേഷനിൽ ചെയ്തൊരു വീടാണ്. ഓക്കെ. പക്ഷേ ഇത് ഒറ്റ ഫ്ലോർ തോന്നില്ല, ഇത് കാണുമ്പോൾ ഒരു 2 നില വീടിൻ്റെ ഒരു നിലയുള്ളൂ. ഇതൊക്കെ ഡബിൾ ഹൈറ്റ് കൊടുത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഒരു സ്റ്റെയർ റൂം മാത്രമേ അഡീഷണൽ ആയിട്ടുള്ള ഒരു സെക്കൻഡ് ഫ്ലോറിലേക്ക് കിടക്കുന്നുള്ളൂ. ഇത് പക്ഷേ ലുക്ക് വൈസ് ഒരിക്കലും ഇത് ഒരു നില വീടാണെന്ന് ഇത് കാണുന്ന ഒരാൾ പോലും ഇതൊരു നില വീടാണെന്ന് പറയില്ല. കാരണം ഇതിൻ്റെ ഒരു ലുക്കിലെല്ലാം തന്നെ വലിയൊരു 2 നില വീടിൻ്റെ ഒരു പ്രതീതി ഉളവാക്കുന്ന വീടാണ്. ഇത് ഏകദേശം എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്? ഒരു 3600 സ്ക്വയർ ഫീറ്റിൽ ഒരു നില വീട്. ഗംഭീരമായിട്ടുണ്ട്. ഈ പോർഷനൊക്കെ ഡബിൾ ഹൈറ്റ് കൊടുത്ത നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് കാരണം ഒരു ഫീൽ വൈസ് ഒരു 2 നില ബിൽഡിങ്ങിന്റെ ഒരു ഫീലിംഗ് വരുന്നുണ്ട്. എന്ത് മെറ്റീരിയലാണ് ഈ ടോപ്പ് പോർഷനിലെല്ലാം കൊടുത്തിരിക്കുന്നത്? ഇതൊരു സെറാമിക് ടൈലാണ്. ഫ്ലാറ്റായിട്ടുള്ള സെറാമിക് ടൈൽ വെച്ചിട്ട് അതിന്റെ റൂഫ് ചെയ്തിരിക്കുന്നത്. ഓൾറെഡി അത് ഫിനിഷ് ചെയ്ത് ഫ്ലാറ്റായിട്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ട്രസ്സിൽ ചെയ്തിട്ടാണ്. അതായത് ഫ്ലാറ്റ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ട് പിന്നെ ട്രസ് ചെയ്തിട്ട് അതിന് മുകളിലേക്ക്. ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും ഭാവിയിൽ ഒരു തരത്തിലുള്ള ലീക്കേജോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഒരു കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ. കുറെ ചൂടിനും കൂടി നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യും. അപ്പൊ മൊത്തത്തിൽ ഒരു തണുപ്പായിരിക്കും വീടിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അറിയാം. അതായത് ഒരു ഫാനോ ഒരു കാര്യങ്ങളോ അവിടെ വേണ്ടി വരില്ല. വെറുതെ ഇരുന്നാലും നല്ല സുഖമാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഇതാണ് നമ്മളെ ഓണർ സജീവ് ചേട്ടൻ. നമസ്കാരം. വീടിനെ പറ്റി ആരാണ് പറയാ? ഇത് എന്നേക്കാൾ നന്നായിട്ട് ഈ കാര്യങ്ങളെല്ലാം സജീവ് ചേട്ടൻ വൃത്തിയായിട്ട് പറയും. ഓക്കെ. അങ്ങനെയാണ് നമുക്ക് സജീവ് ചേട്ടനെ കൊണ്ട് വീടിനെ പറ്റിയിട്ട് പറയിപ്പിക്കാം. ഓക്കെ. അപ്പൊ നമ്മുടെ വീടിന്റെ ഓണറായിട്ടുള്ള സജീവ് ചേട്ടനാണ് നമ്മൾ ഈ വീട് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോവാം. അപ്പോൾ സജിച്ചേട്ടാ, ഇവിടേക്ക് നമ്മളിങ്ങനെ കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ നമ്മളുടെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു പ്രധാന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ടൈലാണ്. പൊതുവേ നമ്മൾ കാണാത്ത തരത്തിലുള്ള ഒരു ഗ്രേ ഫിനിഷിലുള്ള ഒരു ടൈലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇത് എവിടെ നിന്നാണ് എടുത്തത്? എന്താണ്, ഏത് കമ്പനിയാണ് ഇതിൻ്റെ? നമ്മൾ കജേരിയുടെ കമ്പനി സെലക്ട് ചെയ്തത്. അത് ടോപ്പ് ക്വാളിറ്റി അതെന്നാണ് എൻ്റെ വിശ്വാസം. കാലകാലങ്ങളായിട്ടും നമ്മത് ഈ ഫീൽഡിലുള്ളതിൻ്റെ പേരിൽ ഞാൻ ഗവൺമെന്റ് വർക്ക് ചെയ്യുന്ന ആളാണ്. ആണോ? ഗവൺമെന്റ് കോൺട്രാക്ടറാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി എന്ന നിലയിൽ ഈ ടൈല് സെലക്ട് ചെയ്തത് കജാരിയുടെ. മാറ്റ് ഫിനിഷ് ആണ്. ഇത് മാറ്റ് ഫിനിഷ്. ഗ്രേ. ഓക്കേ, നൈസ്. ഇത് സൈഡിൽ നമ്മ ലെതർ ഫിനിഷ് ഗ്രാനൈറ്റും കൂടെ വന്നപ്പോൾ ഒരു ക്യൂട്ട്നെസ്. ഈ ലെപ്പോത്രയും ലെതറും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ? ടോപ്പ് ലെതർ ഫിനിഷാണ് ടോപ്പായിട്ട് വരുന്നത്. പിന്നെ ഈ നമ്മൾ ഈ പില്ലറിലൊക്കെ കംപ്ലീറ്റ് ഡിസൈൻസ്, അത് എവിടെ നിന്നാണ് മോട്ടിവേഷൻ? എന്ത് ഇതിലാണ് അതിന്റെ ഒരു കുറെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്ത ഒരു ഡിസൈൻ തന്നെ. മൊത്തത്തിൽ ഈ വീട് തന്നെ ഒരു ക്ലാസിക് ലുക്കിലുള്ള ഒരു വീടാണ്. ഭയങ്കര രസമാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മളിവിടെ കയറി നിൽക്കുമ്പോൾ തുടങ്ങി നമുക്ക് ഒരു ഭയങ്കര പോസിറ്റീവ് വൈബ് കിട്ടുന്ന ഒരു സംഗതിയാണ്. പിന്നെ ഈ റൂഫിൽ എന്താ ചെയ്തിരിക്കുന്നത്? ഇത് വുഡാണോ? അത് വുഡ് വർക്കിൽ നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത്. കയറുമ്പോൾ തന്നെ ഒരു അട്രാക്റ്റീവ് വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഹാങ്ങിങ് ലൈറ്റ് അവിടെ നിന്നാണ്? ഹാങ്ങിങ് ലൈറ്റ് ഒക്കെ ഞാൻ ഇവിടെ അടുത്തൊരു കൊടുങ്ങല്ലൂരുള്ള കൊടുങ്ങല്ലൂരുള്ളതെന്ന് പറഞ്ഞാൽ എഡിസൺ തന്നെ വളരെ ഫേമസ് ആണല്ലോ. പിന്നെ ഇത് വുഡാണോ? നമ്മൾ വുഡ് വർക്ക് കംപ്ലീറ്റ് വുഡാണ്. ജനലൊക്കെ വുഡ് തന്നെയാണ്. വുഡ് ടീക്ക് വുഡിൽ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ. ഈ ഡോറിന്റെ എങ്ങനെയാണ്? സെൻസർ ഫിംഗറാണ്. ഇങ്ങനെ കൈ വെച്ചാല് ഓട്ടോ തുറക്കും. അപ്പൊ പിന്നെ നമ്മള് ഡോറ് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് നമ്മളെ ആൾക്കാരെ കൊണ്ട് ചെയ്യിച്ചാൽ അപ്പൊ അതിലേക്ക് ഈ ലോക്ക് വാങ്ങിയിട്ട് ഫിറ്റ് ചെയ്തത്. ഓക്കെ. ഡോറും നല്ല അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ വളരെ പോസിറ്റീവ് എനർജി കിട്ടുന്ന തരത്തിലുള്ള ഒരു ക്ലാസിക് ലുക്കുള്ള ഒരു ഡോറും. അപ്പോൾ നമുക്കിനി ലിവിങ് റൂമിലേക്ക് കിടക്കാം. ഇപ്പോൾ നമ്മൾ അകത്തേക്ക് വരുമ്പോൾ തന്നെ ഇപ്പോൾ നമ്മൾ ഒരു നില വീടാണെന്നുള്ളതാണല്ലോ ഒരു കോൺസെപ്റ്റ്. പക്ഷെ ഇവിടെ വരുമ്പോൾ തന്നെ ഒരു ഡബിൾ ഹൈറ്റിൽ
വളരെ മനോഹരമായിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. അതും കംപ്ലീറ്റ് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. വുഡിലാണ് ചെയ്തിരിക്കുന്നത്. വുഡിൽ ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ്. ഈ ഡബിൾ ഹൈറ്റ് കൊടുക്കാനുള്ള കാര്യം രണ്ടു മൂന്ന് നമ്മളെ ഫ്രണ്ട് വ്യൂ നല്ലൊരു വ്യൂ കിട്ടുകയും ചെയ്യും. ഒറ്റ നല്ലല്ലേ ഉള്ളൂ, രണ്ട് നല്ലൊരു ഫീലിംഗ് വരും. പിന്നെ അതല്ല നമ്മൾ ചൂടുന്ന സംഭവം അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ല. ഡബിൾ ഹൈറ്റ് കൊടുത്തതിൻ്റെ പേരിൽ മൊത്തത്തിലൊരു കൂളായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കും ഉണ്ടാവുന്നത്. പിന്നെ ഈ സോഫ എങ്ങനെയാണ്, കസ്റ്റമൈസ് ചെയ്താണോ? ഇവിടെ തന്നെ ഇട്ട് പണിതാണ് സോഫ. മരപ്പണിക്കാർ ഇവിടെ വെച്ച് തന്നെ പണിത്. ഏതാണ്, തേക്കാണോ? ടീക്കൂഡില്, അതും CNC കട്ടിങ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ. ഈ മെറ്റീരിയൽ ഇപ്പൊ മനസ്സിലാവും, ഇത് ആ മെറ്റീരിയൽ തന്നെയാണോ? അത് വേറെ മെറ്റീരിയൽ. ഇത് വുഡ് തന്നെയാണോ? വുഡില് നമ്മ CNC കട്ട് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ നല്ല ലെതർ കുഷൻ അല്ലേ? അടിപൊളിയായിട്ടുണ്ട്. ഈ വാൾ ടൈല് ഏത് ടൈപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്? അത് ക്ലാഡിൻ ടൈല്, അതൊരു കജേരി തന്നെയാണ്. അത് ഈ ഒരു ഇത് കിട്ടാൻ വേണ്ടി കണ്ട് ഞാൻ കുറെ അന്വേഷിച്ച് കണ്ടെത്തി ഈ ഒരു ഡിസൈനിൽ കിട്ടാൻ. ഈ വുഡും ഇതൊക്കെ മാച്ച് ചെയ്ത് പോകണ്ടേ, വൈറ്റ് വുഡും ഇതൊക്കെ മാച്ച് ചെയ്ത് പോകാൻ വേണ്ടി കണ്ട് ഫൈനലി എമറാൾഡ് ബിൽഡ് സ്ഥാപനം 3 വീടിക അവിടെ എടുത്തത്. അത് നമ്മൾ ശ്രദ്ധ വരുന്നത് ഒരു TV യൂണിറ്റ് ആണ്. TV യൂണിറ്റിൽ ഇത് ടൈലാണോ? ടൈലല്ല, ഇത് ടൈലല്ല, ഒക്കെ മൈക്കിന്, എല്ലാം മൈക്കിന്. ഉള്ളിലെന്താ? ഉള്ളിൽ മൾട്ടിവുഡ് അല്ല, പ്ലൈയില് ചെയ്തിട്ടുള്ളതാണ്. മറൈൻ പ്ലൈ അല്ലേ? ഒട്ടിച്ചിട്ടുള്ളതാണ്. ഈ ഗർജൻ പ്ലൈ എന്ന് പറയുന്ന മറൈൻ പ്ലൈ രണ്ടിനുണ്ടാകും. മറൈൻ പ്ലൈയില് നമ്മൾ മൈക്ക് ഒട്ടിച്ചിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ചെയ്തൊരു വീട്ടില് അവര് TV ഇതുവരെ വെച്ചിട്ടില്ല. അവർക്ക് പറ്റിയ TV ഇതുവരെ കിട്ടിയിട്ടില്ല. 3-4 കടയിൽ പോയിട്ട് അവർക്ക് TV കിട്ടാത്തതുകൊണ്ട് ഞാൻ നോക്കിയപ്പോ TV യൂണിറ്റില് TV മാത്രമില്ല. ചോദിച്ചപ്പോഴാണ് പറയുന്നത് അവർക്ക് TV കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ടീപ്പോയി എങ്ങനെയാണ്, ഇവിടെ തന്നെ ചെയ്താണോ? ഇത് ഞാൻ വാങ്ങിയാണ്. ഇവിടെ അതിന്റെ കാലന്റെ ഭയങ്കര വ്യത്യാസം. നമുക്കിത് ഭയങ്കര കോസ്റ്റ് വരുന്ന ഇത് പുറത്തുനിന്ന് ടീപ്പോയി വാങ്ങിയാണ്. ഇത് നമ്മൾ ചെലവ് കൂടും. ഇതാകുമ്പോ അവര് അതും ടീക്കൂഡ് തന്നെയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ സോഫയും സോഫയും ഇതും വാങ്ങിയതായിരിക്കും എനിക്ക് തോന്നിയപ്പോ. കാരണം അതിലും നല്ലപോലെ വർക്ക് വന്നിട്ടുണ്ടല്ലോ, പഴയ ഒരു ട്രഡീഷണൽ അല്ലേ? പണ്ടത്തെ ദീപാങ്കോട്ടില്ലേ, അതാണ് ഈ മോഡലാക്കി കൊണ്ടുവന്നുള്ളൂ. പിന്നെ ഇത് എങ്ങും കാണാത്തൊരു പാർട്ടീഷനാണ്. ഇതറിയില്ലേ, നമ്മുടെ വാസ്തുപ്രകാരം നമ്മ ഈ സെന്റർ ലൈൻ ഈ കറക്റ്റ് ചെയ്യണം, ഹോൾ ഒഴിഞ്ഞെടുക്കണം. അപ്പൊ ഇവിടെ വ്യക്തി ഇങ്ങനെ വരാൻ പാടില്ല. അപ്പൊ അതിനു വേണ്ടി നമ്മൊരു രജിഷനെ കൊണ്ട് ഒരു ഡിസൈൻ തയ്യാറാക്കി ചെയ്ത് ഇത് ഞാനൊരു വിഗ്രഹം വെക്കാൻ വേണ്ടി ഊഞ്ഞാലുണ്ടാക്കിയാണ്. അത് ഇതുവരെ പണിത് കിട്ടിയിട്ടില്ല. ശിവനും പാർവതിയും പരിവാരങ്ങൾ ഇരിക്കുന്ന വിഗ്രഹം വെക്കാൻ. അത് നമ്മ ഇരിഞ്ഞാലക്കുട. ഡൈനിങ് ഏരിയയിലേക്ക് അല്ലെങ്കിൽ ഹാളിലേക്ക് കടക്കുമ്പോൾ തന്നെ നമ്മളെ വരവേൽക്കുന്നത് വിഘ്നേശ്വരനാണ്. അവിടെ ശിവനും പാർവതിനും ഒക്കെ തോന്നുന്നു, ഇവിടെ വിഘ്നേശ്വരന് മൊത്തത്തിലൊരു ശിവഭക്തനാണെന്ന് തോന്നുന്നു. അതെ, ശിവഭക്തനാണ്. എന്തായാലും ഇത് ഭംഗിയായിട്ടുണ്ട്. കാരണം ഈ വാളില് വേറൊന്നുമില്ല അല്ലേ, ഗണപതി മാത്രമായിട്ട് ഇരിക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ഐശ്വര്യമുണ്ട്. പിന്നെ ഇവിടെ ഒരു സോഫ ഇട്ടിട്ടുണ്ടല്ലോ. സോഫ ഇട്ടിട്ടുണ്ട്. നമ്മ അത് ഫാമിലി നമ്മ സംസാരിക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്ന ഒരു സോഫ. ഇത് ഉണ്ടാക്കിച്ചാണോ ഇവിടെ? അത് വാങ്ങിയാണ്. ഇത് നമ്മളൊരു പഴയ വീടുണ്ടായിരുന്ന അതിന് ഞാൻ എടുത്ത് കണ്ടത് പെയിന്റ് അടിച്ച് വെച്ചതുള്ളത്. ഇത് പഴയ വീട്ടിലുണ്ടായിരുന്ന സോഫ. ഒന്ന് പെയിന്റ് അടിച്ച് കുട്ടപ്പനാക്കി കുഷനൊക്കെ ഒന്ന് മാറ്റി വെച്ചെന്നുള്ളൂ. പിന്നെ നമ്മൾ ഇവിടെ കാണുന്നത് റൂഫ്. ഇവിടെ മരം, പക്ഷെ മറ്റേ സൈഡിലേക്ക് പോകുമ്പോൾ നമ്മൾ ജിപ്സം വർക്ക് ചെയ്തിട്ടുണ്ട്. അതെന്താണ് രണ്ടും മാറ്റി പിടിച്ചത്? ഒരേപോലെ ഒരു മടുപ്പ് തോന്നുമല്ലോ, അതാണ്. ആ ലൈറ്റിംഗ് പുറത്തുനിന്ന് മേടിച്ചാണോ? അത് പുറത്തുനിന്ന് മേടിച്ചാണ്. അപ്പൊ അടുത്തായിട്ട് നമുക്കൊന്ന് വാഷ് ഏരിയ ഒന്ന് നോക്കാം. വാഷ് ഏരിയ വെറൈറ്റി ആയിട്ട് തോന്നുന്നില്ലേ? പിന്നെ ഭയങ്കര വെറൈറ്റി ഉണ്ട്. മിറർ തന്നെ ഒരു വെറൈറ്റി ആയിട്ട്. പിന്നെ ഇതില് വുഡ് തന്നെയാണോ? അത് ഇതൊക്കെ മൈക്ക വർക്കിംഗ് തന്നെയാണ്, മൊത്തം മൈക്ക് തന്നെയാണ്. ഈ ഇതിന്റെ മാത്രം നമ്മളെ മറ്റേ നമ്മളെ WPC ഇതില്ലേ, അതിന്റെ ബോർഡർ വെച്ചിട്ടുണ്ട്. വെള്ളം വീണോടത്ത് WPC മാത്രം അങ്ങനെ വർക്ക് ചെയ്തിരിക്കും. ഇത് ടൈലാണോ? അത് ടൈലല്ല, അത് ഇത് വാൾപേപ്പറാണ്. വാഷബിൾ വാൾപേപ്പറാണ്. ഈ ഡൈനിങ് ടേബിൾ എങ്ങനെയാണ്? ഡൈനിങ് ടേബിൾ ഇവിടെ തന്നെ പണിതാണത്.
മറ്റേ നമ്മള് സോഫ പണിത് നമ്മള് അത് പ്രത്യേകം പറയണം. നമ്മള് ജിനേഷ് എന്ന് പറഞ്ഞൊരു ഇന്റീരിയർ വർക്ക് ചെയ്യുന്ന ഒരു പയ്യനുണ്ട്. അവൻ നല്ല അടിപൊളിയായിട്ട് ചെയ്തു തരും. കോസ്റ്റ്ലിയും കുറവ്, നല്ല നമുക്ക് പറയാൻ പറ്റില്ല അത്രയും കണ്ടീഷൻ ആയിരിക്കും വർക്ക്. നല്ല ഫിനിഷിംഗ് അതാണ് അവന്റെ ഐഡിയ പണിതാണ് ഈ കസാര. ഇത് ടൈലാണ്, ചുറ്റും ടീക്കൂട്ട് വെച്ചിട്ട്. ഇത് ടൈലാണ്. ഇത് കജേരി തന്നെയാണ് ടൈല്. 15 mm ടൈലായിരിക്കും. 16 mm ടൈലാണ് ഇത്. ഇതാകുമ്പോ ഗ്ലാസ് ആകുമ്പോ നമ്മൾ ഉരച്ചിലും ഇതൊക്കെ ഇതൊന്നും പ്രശ്നം വരില്ല. ഒന്നും നീറ്റ് ആയിട്ടിരിക്കും തുടച്ചിട്ടുണ്ടെങ്കിൽ. അത് വാക്വം ക്ലീനറാണ്. റോബോട്ടിക് ആണോ? റോബോട്ടിക് വാക്വം ക്ലീനറാണ്. റോബോ LVAC വോയിസ് പ്രോ. ഇതിന്റെ എങ്ങനെ ഫംഗ്ഷൻ? നമ്മത് അതിലെല്ലാം ഫീഡ് ചെയ്ത് വയ്ക്കും. വൈഫൈ ആയിട്ട് കണക്ട് ചെയ്ത് നമ്മളെ റൂമൊക്കെ ഫീഡായിരിക്കും. അത് നമ്മ വിചാരിക്കുന്ന ടൈമിൽ അത് ഫീഡ് ചെയ്ത് വെച്ചിട്ട് ആ ടൈമിൽ പോയി ഇറങ്ങി കണ്ട് തുടച്ച് വന്ന് അത് ഓട്ടോമാറ്റിക് കയറി ചാർജ് ആയിക്കോളും. 10 മണിക്ക് വൈകിട്ട് 10 മണിക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. 10 മണിയാകുമ്പോൾ ഇത് ഇറങ്ങി വന്ന് കണ്ട് തുടച്ചൊക്കെ മുറികളെല്ലാം വൃത്തിയാക്കി തുടങ്ങി ഇങ്ങോട്ട് കയറി 1.5 മണിക്കൂറിനുള്ളിൽ എല്ലാം ക്ലീൻ ആക്കി ഒന്ന് കയറിക്കോളും. തിരിച്ചു കയറിക്കോളും. എന്നിട്ട് അവൻ ചാർജ് ചെയ്യും, ഫുഡ് കഴിക്കും. കൊള്ളാം. നല്ല ക്ലീനിങ് നല്ലപോലെ നടക്കുന്നു. കുഴപ്പമില്ല, നടക്കുന്നുണ്ട്. ഇതിന്റെ റൂഫിൽ 3 ലൈറ്റ് ഉണ്ടല്ലോ, ഇത് മെഡിസണിൽ തന്നെയാണോ? അല്ലല്ല, ഞാൻ കോയമ്പത്തൂർ പോയിരുന്നു. അപ്പൊ അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കുറെ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും എല്ലായിടത്തും പല സ്ഥലത്തും നമുക്ക് ഇഷ്ടമുള്ള അങ്ങനെ പർച്ചേസ് എടുത്തിട്ടുള്ളതാണ്. അപ്പൊ ശരിക്കും ഇവിടെ ഒരു ചെറിയൊരു പോണ്ട് വിത്ത് പൂജ സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ് അല്ലേ? നമുക്ക് കോർട്ടിയാട് ഒരു ഇതില്ലല്ലോ, സങ്കല്പം മാറ്റിയിട്ട് നമ്മത് പൂജാ റൂമാക്കി സെറ്റ് ചെയ്ത്. പിന്നെ ഇവിടെ ആകുമ്പോ ഒരു സെപ്പറേഷൻ കിട്ടിയല്ല, പെട്ടെന്ന് അങ്ങനെ പൂജാ റൂമിലേക്ക് ഇങ്ങനെ പെട്ടെന്ന് NS നമുക്ക് മാത്രം അങ്ങനെ ഒരു സെപ്പറേഷൻ കിട്ടിയതിന്റെ ഒരു ഞങ്ങള് ചെയ്തേ. രണ്ടാമത്തെ വീട്ടിലാണ് ഈ ഒരു കോൺസെപ്റ്റ് കാണുന്നത്. ആദ്യം ഒരു ഓസ്ട്രേലിയൻ കപ്പിൾസിന്റെ വീടുണ്ടായിരുന്നു. അവര് ഇതുപോലെ കോട്ടയാളിൽ പൂജയുടെ സെറ്റപ്പ് ചെയ്തിട്ട് പിന്നെ അവരുടെ ഒരു വിഗ്രഹം തഞ്ചാവൂരിന്നോ മറ്റൊരു ശ്രീകൃഷ്ണന്റെ വിഗ്രഹം വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഏകദേശം. അപ്പൊ അന്ന് പൊതുവെ നമ്മളിവിടെ ഇപ്പൊ കല്ല് ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഈ ഗ്രാസിന്റെ എന്തെങ്കിലും ഇടുവോ അല്ലെങ്കിൽ ചെടികളോ ഒക്കെയാണ് ചെയ്യുന്നത്. വ്യത്യസ്തമായിട്ട് നോക്കിയിട്ട് നമ്മ അയറ്റിരിക്കാൻ മൊറോക്കൻ ടൈലും ലെതർ ഫിനിഷ് ഗ്രാനൈറ്റ് ചുറ്റിട്ടിരിക്കുന്നത്. പിന്നെ ഇപ്പുറത്ത് ഈ ഗ്ലാസിന്റെ ഉള്ളിൽ പബിൾസ് ഇട്ടിട്ട് ലൈറ്റ് സെറ്റ് ചെയ്തിരിക്കുക. രാത്രി നല്ല ലുക്ക് ആയിരിക്കും, നല്ല രസമുണ്ട് കാണാൻ. അപ്പൊ ഇതിന്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു പർഗോള കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു ഓം കാണാം നമുക്ക്. ആ ഓം ആക്ച്വലി രാത്രിയിൽ നല്ല ഓം മാത്രമായിട്ട് തെളിഞ്ഞു നിൽക്കും എന്നാണ് ചേട്ടൻ പറയുണ്ടായിരുന്നത്. അപ്പൊ നമ്മുടെ പൂജാ റൂമിന്റെ അല്ലെങ്കിൽ കോട്ടയാടിന്റെ സൈഡിൽ തന്നെ ഒരു ബുദ്ധനെയും കൂടി വെച്ചിട്ടുണ്ട്. അപ്പൊ കിച്ചണിൽ നിങ്ങൾക്കൊരു വ്യൂ വേണമെന്ന് പറഞ്ഞപ്പോ വൈഫ് വേണമെന്ന് പറഞ്ഞപ്പോ നമ്മൾ ഗ്ലാസ് വെച്ച്. അപ്പൊ ഒരു പ്ലെയിൻ ഗ്ലാസിനേക്കാളും പിന്നെ അവിടെ നിന്ന് വല്ല മുട്ടി വല്ല പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഒരു ബുദ്ധന്റെ ട്രീയും വെച്ച് ഒരു ബുദ്ധനും വെച്ച് അതൊരു ഡിസൈൻ ഐഡിയ മാറ്റി. കൊള്ളാം. നമുക്ക് ബെഡ്റൂമുകളൊന്നും നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. എത്രയാണ് സൈസ് ഏകദേശം? ഇത് 4 മീറ്റർ 4.10 ഉണ്ടാവും. 4 4.10. ഓക്കെ. ഇതൊരു വാൾപേപ്പർ ആണോ അതോ പെയിന്റ് ആണോ ഈ സൈഡിൽ? ടെക്സ്ചർ വർക്ക്. ഓക്കെ, ടെക്സ്ചർ വർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതെല്ലാം ബെഡ് കസ്റ്റമൈസ് ആയിരിക്കും അല്ലേ? ബെഡ് കസ്റ്റമൈസ് ഇവിടെ നേരത്തെ പറഞ്ഞ ആളാണ് ജനീഷ് എന്ന് പറയുന്നത്. ഇത് മൈക്കാണോ? മൈക്കാണ്. പ്ലൈവുഡിൽ തന്നെ ചെയ്തത്. പ്ലൈവുഡിൽ ഡിസൈൻ മൈക്കാണ്. അപ്പൊ കട്ടിലിന്റെ ഈ എഡ്ജിലും ഈ അറ്റത്തും ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബ്സിനും നമ്മുടെ കട്ടിലിന് തന്നെ അതേ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ഹാൻഡിൽസും നല്ല ഭംഗിയുള്ള രീതിയിൽ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഓവറായിട്ടുള്ള പരിപാടികളൊന്നും ഇല്ല, ഒന്നിനുമില്ല. സിമ്പിൾ ആയിട്ടുള്ള മാത്രമേ ഉള്ളൂ. റൂഫില് എന്തായാലും നമ്മള് വിട്ടുവിട്ടൊരു കളിയില്ല. 4 റൂഫ് ലൈറ്റ് ഉണ്ട്. ജിപ്സം ചെയ്തിട്ടല്ലേ? ജിപ്സം ചെയ്തിട്ടുണ്ട്. ഈ ഭാഗം ജിപ്സവും ഇവിടെ വുഡിലും ചെയ്തിട്ടുള്ള ഒരു റൂഫിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വിൻഡോസിൽ നമ്മൾ നോർമൽ ആയിട്ടുള്ള ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ കംപ്ലീറ്റ് വിൻഡോസ് വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ചെയ്യുന്ന തേക്ക് മരത്തിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. വിൻഡോ തുറന്നിട്ടുണ്ടെങ്കിൽ പുറത്തുള്ള വ്യൂവും ഫുൾ കിട്ടും അല്ലേ? ഫുള്ള് കിട്ടും. ഓക്കെ.
അപ്പൊ സാധാരണ കൊടുക്കുന്നതിലും കുറച്ചും കൂടി സൈസ് കൂട്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ പണ്ട് കാലത്തെ വീടുകളിലുള്ള ഡബിൾ സെറ്റപ്പ്, താഴെ മരത്തിന്റെ ഇതും മുകളിൽ ഗ്ലാസ്. അപ്പൊ പുറത്ത് ഗാർഡൻ സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണല്ലേ? പുറത്ത് ഗാർഡൻ സെറ്റിംഗ് നടക്കുന്നുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മൊത്തം വ്യൂ കിട്ടും. വ്യൂ കിട്ടും. അപ്പോൾ വാർഡ്രോബ് കൂടാതെ ഈ സൈഡിൽ ഒരു ഡ്രസ്സിംഗ് ഏരിയ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സെയിം തന്നെ പാറ്റേൺ തന്നെ വന്നിട്ടുള്ള മൊത്തം. മറ്റേ മൈക്കയും ഒരേ പാറ്റേൺ മൈക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മിററും നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ബാത്റൂമാണ്. അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം. മൊത്തം 4 ബെഡ്റൂം അല്ലേ ഇവിടെ ഉള്ളത്? മൊത്തം 4 ബെഡ്റൂം. ഓക്കെ, ഒരു നിലയിൽ 4 ബെഡ്റൂം. ഒറ്റ നിലയിൽ 4 ബെഡ്റൂമിന്റെ ഒരു പ്ലാനാണ് നമ്മൾ ചെയ്യാറ്. എത്ര 3000 സ്ക്വയർ ഫീറ്റോ? 3600 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. 3600 സ്ക്വയർ ഫീറ്റ്. ഒരു നിലയിൽ 3600 സ്ക്വയർ ഫീറ്റ്. കൊള്ളാം, അടിപൊളി. ഇവിടെ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ടല്ലേ നമ്മുടെ മൈക്ക? കട്ടിലിനകത്ത് ഡിസൈൻ തന്നെയാണ്? കട്ടിലിനകത്ത് ഡിസൈൻ തന്നെയാണ്. അപ്പൊ കബോർഡിനും കട്ടിലും ഒരേ ഡിസൈൻ കൊടുത്തുകൊണ്ട് ഡ്രസ്സിംഗ് ഏരിയ ഒരേ ഡിസൈൻ. ഓക്കെ. ഇവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയയും കൂടി ഉണ്ട്. ആ മുറിയിലത്തെ നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിൽ കണ്ട പോലെയല്ല, വേറൊരു തരത്തിലാണ് ഇതിന്റെ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതൊരു കിഡ്സ് റൂം പോലെയാണോ സെറ്റ്? കുട്ടികളുടെ ഒരു ബെഡ്റൂം എന്നുള്ള രീതിയിലാണ് ഇതിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു കമ്പ്യൂട്ടർ ടേബിൾ ഉണ്ട്. പിന്നെ ഒരുപാട് ഓവർ ഡിസൈൻസ് ഒന്നുമില്ല, സിമ്പിൾ ആയിട്ടൊരു ലൈറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ? ഇവിടെ വാരി വലിച്ചൊന്നും ചെയ്തിട്ടില്ല. പിന്നെ റൂഫിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്, സ്ട്രിപ്പ് ലൈറ്റും പിന്നെ റൗണ്ട് ലൈറ്റും എല്ലാം കൊടുത്ത് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതെനിക്കൊന്ന് ജിപ്സത്തിലല്ല, നേരെ ജിപ്സം തന്നെയാണ്. ജിപ്സാണോ അത്? ഫുള്ള് ജിപ്സം. ഓക്കെ, അത് കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് നേരെ മറ്റേ കോൺക്രീറ്റ് ചെയ്തപ്പോൾ ചെയ്ത പോലെ ജിപ്സത്തിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ അപ്പൊ കംപ്ലീറ്റ് വുഡനിലാണ് ചെയ്തിരിക്കുന്നത്. ടെമ്പേർഡ് ഗ്ലാസ് വെച്ച് ചെയ്തിരിക്കുന്നത്. താഴെ ജിഐയുടെ പൈപ്പ് ഇട്ടിട്ട് പിന്നെ ഇതില് വുഡിന്റെ ചെയ്തിട്ടുള്ളത്. വോളിൽ എന്താ നമ്മൾ ചെയ്തിരിക്കുന്നത്? ടെസ്റ്റർ വർക്ക്. നമ്മുടെ സിറ്റ് ഔട്ടിലെ ടൈലിന് മാച്ച് ഗ്രേ ഷെയ്ഡ് തന്നെ കൊടുത്തിട്ടുള്ളത്. ഈ സ്റ്റെയർ കേസിന്റെ ഈ സൈഡിൽ ഈ വാള് മാറിക്കുമ്പോ നമുക്ക് അതിന്റെ ഒരു ഭംഗിയുണ്ട്. ഇത് വൈറ്റ് ആയിരുന്നെങ്കിൽ ഫീൽ കിട്ടില്ല, ഒരു കോൺട്രാസ്റ്റ്. പിന്നെ ചെറിയ 2 ലൈറ്റും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഹാങ്ങിങ് ലൈറ്റും. ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റും ഉണ്ട്. ഓക്കെ, ഇവിടെ നിന്ന് നമ്മള് ഇവിടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വേറെ റൂമുകളോ കാര്യങ്ങളോ ഒന്നും ഓപ്പൺ ആയിട്ട് ഇട്ടിരിക്കുന്നു. വല്ല ഫംഗ്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നടത്താം. അങ്ങനെയുള്ള രീതിയിൽ ഒരു എനിക്ക് തോന്നുന്നു ഒരു 100 ആൾക്ക് ഒരു 100 പേർക്ക് സദ്യ കൊടുക്കാനുള്ള സ്ഥലം. ഇത് നമ്മള് പണി കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന മെറ്റീരിയലില്ലേ, വുഡിന്റെ ടീക്കൂട്ടിന്റെ, അതൊക്കെ എടുത്ത് വെച്ച് പാനൽ ചെയ്ത് വെച്ചാണ് സിമ്പിൾ ആയിട്ടുള്ള പരിപാടി. ഒരു നില വീടാണ് ഇത് ശരിക്കും. പക്ഷെ ഇതിന്റെ മേൽഭാഗത്തെ ഭംഗിയായിട്ട് ഒരു ചെറിയ ഇപ്പോൾ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു വെഡിങ് ആനിവേഴ്സറി അങ്ങനെയൊക്കെ അത് നടത്താനൊക്കെ ഉള്ള തരത്തിലേക്ക് അത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്ത് ഒരു വാഷ് ഏരിയ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ ഉണ്ട്, തുണി ഉണക്കാനുള്ള സംഗതികളൊക്കെ ആയിട്ട് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പഴയത് വല്ലതാണോ? അപ്പൊ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് കിടക്കും തന്നെ ഇവിടെ ഒരു വർക്ക് ഉണ്ടല്ലോ, വാളിൽ ടെസ്റ്റർ വർക്ക് തന്നെയാണ്. ടെസ്റ്റർ വർക്ക് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അതിന്റെ കൂടെ നമ്മുടെ ഡി ബി അവിടെ എല്ലായിടത്തും ഒരു ഡിസൈൻ കയറ്റിയാണ് ഡി ബി. പിന്നെ ഇവിടെ നോക്കുമ്പോൾ ഒരു വ്യൂ വരുന്നില്ല വ്യത്യാസം. പിന്നെ എയർ പാസിംഗ് കിട്ടുമ്പോൾ ഇവിടെ ഭയങ്കര വ്യത്യാസമാണ്. അപ്പൊ ഇത് ഒരു കട്ടിങ് ഇവിടെ ഫർഗോള ഉണ്ടല്ലേ? ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം. കുറച്ചും കൂടി സൈസ് കുറച്ചിട്ടേക്കാണോ? അല്ല, 3 ബെഡ്റൂം 4 ബെഡ്റൂം ഒറ്റ സൈസ് തന്നെയാണ്. ആണോ? ഒരു മാറ്റമില്ല. മാസ്റ്റർ ബെഡ്റൂമിന്റെ സൈസ് എല്ലാം അല്ലേ? പക്ഷെ എനിക്ക് മാസ്റ്റർ ബെഡ്റൂം കുറച്ചുകൂടി വലുതായിട്ട് വാസ്തു പ്രകാരല്ലേ ഈ സൈസിൽ കൂടുതൽ വാസ്തു തെറ്റി പോവല്ല. എല്ലാ കണക്കും തയ്യാറാവണ്ടേ. അപ്പൊ അതിന്റെ കംപ്ലീറ്റ് വാസ്തുവിലും എല്ലാം കറക്റ്റ് ചെയ്തിട്ട് പണിതിട്ടുള്ളത്. ഇതും നമ്മുടെ മൈക്ക് തന്നെയാണ് കംപ്ലീറ്റ്. ഇത് വേറെ ഇട്ടൊരു കളറായിട്ട് ഇവിടെ ഒരു ചെറിയ പഠന ഇത് കട്ടില് നമ്മള് ബാക്കിയുള്ളവർക്ക് ഡിസൈൻ ചെയ്ത പോലെ തന്നെ ഇവിടെ ചെയ്തിരിക്കുകയാണ്. ഓക്കെ,
ഇതിന്റെ എഡ്ജിലും എനിക്ക് തോന്നുന്നു ഇതേ പാറ്റേൺ പിടിച്ചിട്ടുണ്ടാവും. ഇല്ല ഈ അവൻ ഭയങ്കര ഹൈറ്റ് ഉള്ള എന്റെ വരില്ലേ 7 അടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അവൻ ഭയങ്കര ഹൈറ്റ് ഞാൻ കണ്ടു. കട്ടില് പോലുള്ള നീളം കൂട്ടി ഉണ്ടാക്കിയിട്ടാണ്. പുറത്ത് പോകരുത്. അവനിപ്പോ 7 അടി ഉണ്ടോ? ഇല്ല, 6 അടി 2 ഇഞ്ചുണ്ട്. 2 ഇഞ്ചുണ്ട്. സാധാരണ 6 അടിയിൽ ഉണ്ടാവുള്ളൂ. ഇവിടെ റൂഫിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ട്രിപ്പ് ലൈറ്റ് വെച്ചിട്ട് ഒരു ഡിസൈനും 4 ലൈറ്റും കൊടുത്തിട്ടുള്ളൂ. 4ാമത്തെ ബെഡ്റൂം ഇതിന് ഗസ്റ്റ് റൂമാണ്. ഇവിടെ റൂഫിൽ എല്ലാ റൂഫും എനിക്ക് തോന്നുന്നു ഡിസൈൻ മാറ്റി പിടിച്ചിട്ടുണ്ട്. ഓരോ മുറി കഴിയുമ്പോഴും റൂഫിലേക്ക് നോക്കുമ്പോഴേ ആ ഒരു മാറ്റം ഗ്ലാസ് ഇട്ട് ഇത് ടൈൽ ഏതാ? കമ്പ്ലീറ്റ് കജാരിയാണ്. 3 കൂടിയ കിടക്കുള്ള എമറാൾഡ് നമ്മൾ സെലക്ട് ചെയ്തത്. ആക്സസറീസ് ജഗ്വാറിനല്ലാതെ നമ്മ അതിലൊന്നും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല. കളിയില്ല. ഇവിടുത്തെ നമ്മൾ അടുക്കളയാണ്. അടുക്കളയുടെ യഥാർത്ഥ അധികാരി എനിക്ക് തോന്നുന്നു ബാങ്കില് ജോലിയാണ്, മാനേജറാണ് കോപ്പറേറ്റീവ് ബാങ്കില്. അപ്പൊ ഒട്ടൊഴിവില്ല വരാനല്ലേ വന്നേനായിരുന്നു. അപ്പൊ ഒരു കാര്യം സജീവ് ചേട്ടൻ തന്നെ അടുക്കളനെ പറ്റി പറയും. വല്ലപ്പോഴൊക്കെ അടുക്കളയ്ക്ക് കുക്ക് ചെയ്യൂ? ആ, കുക്കിംഗ് ഉണ്ട്. പിന്നെ മക്കളും ചെയ്യും, എല്ലാവരും ചെയ്യും. പിന്നെ കുഴപ്പമില്ല. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞ ജിനേഷ് എന്നൊരു ഇന്റീരിയർ വർക്ക് ചെയ്യുന്ന പയ്യനുണ്ട്. അവന്റെ ഇതിൽ കൂടെ നമ്മൾ ഇത് ചെയ്തത്. രജീഷിന്റെ നേതൃത്വത്തിൽ കൂടെ അവന്റെ ചെയ്തപ്പോ നമ്മ ഡിസൈനറും ഇംപ്ലിമെന്റ് ഇതാണ്. ഓക്കെ, അടിപൊളി. ഇത് എന്താണ് മെറ്റീരിയൽ? കംപ്ലീറ്റ് മൾട്ടിവുഡും മൈക്കൻ തന്നെയാണ്. മൾട്ടിവുഡും മൈക്കൻ കൂടി ചേർത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുകയാണ്. അതിന്റെ താഴെ ഓക്കെ, ഇത് ടാൻഡം ബോക്സ് അല്ലേ? ടാൻഡം ബോക്സ് ചെയ്തിട്ടുണ്ട്. ഫ്രിഡ്ജിന് സെപ്പറേറ്റ് ആയിട്ട് സ്പേസ് നമ്മൾ കൊടുത്തിരിക്കുകയാണ്. അതിന്റെ മുകളിലൊരു ബോക്സ് വെച്ചിട്ടുണ്ട്. അതിലെല്ലാം വെക്കാൻ പറ്റുമോ? സ്റ്റോറേജ് ആയിട്ട് തന്നെയല്ലേ? ഓക്കെ. പിന്നെ കംപ്ലീറ്റ് ലോഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു കളർ പാറ്റേൺ എനിക്ക് തോന്നുന്നു ഗ്രേനോട് കുറച്ച് താല്പര്യം കൂടുതൽ. ഗ്രേ ആൻഡ് വൈറ്റ്. കിച്ചണില് ഈ വൈറ്റ് ഇതൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ, എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുമ്പോ എപ്പോഴും തൊടെത്തിന്ന് വരില്ല. അപ്പൊ അതും കൂടി ഒഴിവാക്കാൻ ഈ ഗ്രേ സെലക്ട് ചെയ്യണത്. ഇവിടെ GTPT ആണോ അത്? അതിലൊന്നും വെച്ചിട്ടില്ല. അപ്പൊ വുഡ്, ഗ്രേ, വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ ഡിഷ് വാഷ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഇതെവിടെയാണ്? വുഡ് ഹോബ് എവിടെയുണ്ട്? ഓക്കെ, ഞാനൊന്നും നോക്കിയിട്ട് കാണുന്നില്ല. അപ്പൊ മെയിൻ ആയിട്ട് കുക്കിംഗ് ഇവിടെ നടത്തുന്നത് വേറെ ഉണ്ടോ? ഇവിടെ നടത്തും, വർക്ക് ഏരിയയിൽ നടത്തും. വർക്ക് ഏരിയ കിച്ചൺ ഉണ്ട് അല്ലേ? ഒരു ഓപ്പൺ കിച്ചൺ, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഇതുള്ള ഒരു ഓപ്പൺ കിച്ചൺ സ്റ്റൈൽ തന്നെയാണ് ഈ സംഭവം വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ എന്താ പറയാ, കട്ട്ലറി, ഇത് കട്ട്ലറി ആയിരിക്കും വിചാരിക്കുന്നു. നമ്മുടെ കട്ട്ലറി ബോക്സ് ഉണ്ട്, 2 ബോക്സുകൾ, പിന്നെ ബോട്ടിൽ റാക്ക്. പിന്നെ നമ്മളെ പുതിയ ഡിസൈൻസ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു വീട് കാണാൻ പറ്റും. നല്ല ബ്ലാക്ക്, ടോപ്പ് ബ്ലാക്ക് ആയിട്ടുള്ള അൾട്രാ ബ്ലാക്ക് എന്ന് പറയുന്നത് ഗ്രാനൈറ്റ് ആണ്. നമ്മളിവിടെ റഫ്യൂസ് ആയിരിക്കുമല്ലോ, മറ്റുള്ള വൈറ്റ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ പിന്നീട് ഇതാകുമ്പോ ഒരു കാലത്ത് ഒരു കുഴപ്പം വരില്ല, ഇങ്ങനെ നിന്നോളും. പിന്നെ നമ്മള് ഇതിന്റെ ഒരു പ്രത്യേകത, ഞാൻ പൊതുവേ നമ്മളിപ്പോ ഹാളിൽ നിന്ന് ഒരു ഷോ കിച്ചൺ കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള വീടുകളെല്ലാം ഒരു സെപ്പറേഷൻ ഉണ്ടാവും. ഒരു ഡോറ്, അതായത് എനിക്ക് തോന്നുന്നു ഈ മീനൊക്കെ വറക്കുന്നതിന്റെ സ്മെല്ലൊന്നും വരാതെ. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു സെപ്പറേഷൻ ഒന്നുമില്ല. ഇവിടെ നിന്ന് അഗെയിൻ ഓപ്പൺ ആയിട്ടാണ് ഈ ഒരു ഏരിയയിലേക്ക് കിടക്കുന്നത് അല്ലേ? റൂഫിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിന്റെ മേൽഭാഗത്തായിട്ട് 2 ലൈറ്റ് ഉണ്ട്, ഹാങ്ങിങ് ലൈറ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ റൂഫിൽ ഒരു 4 ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ജിപ്സം സീലിംഗ് ചെയ്തിട്ടുള്ള റൂഫ് തന്നെയാണുള്ളത്. അപ്പോൾ നമ്മൾ വീടിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ബ്രീഫിങ് ഇതിൻ്റെ വീടിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള സജീവ് ചേട്ടൻ നമുക്ക് തന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് നമ്മുടെ ഡ്രീമിൻ്റെ രജീഷ്, എങ്ങനെയാണ് രജീഷിന് ഇനി ഒരു വർക്ക് നിങ്ങൾ കൊടുക്കും? 100%. ഏതൊരു വർക്ക് ഏൽപ്പിച്ചിട്ടുണ്ട് കറക്റ്റായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുണ്ട് ചെയ്തു തരും. ആത്മാർത്ഥത്തോട് ചെയ്തു തരും. ക്വാളിറ്റി വൈസും നമ്പർ 1. ഓക്കെ, കോംപ്രമൈസ് ഇല്ല. ക്വാളിറ്റിയിലൊന്നും കോംപ്രമൈസ് ഇല്ല. ഇരുത്തി അങ്ങോട്ട് ബുക്കാണ്.
അപ്പൊ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ചെയ്ത വീടിന്റെ അവരും ഓണേഴ്സും വളരെ ഹാപ്പി ആയിട്ട് തന്നെയാണ് പ്രൈം ഇന്റീരിയേഴ്സ് ആൻഡ് ബിൽഡേഴ്സിനെ പറ്റിയിട്ട് അഭിപ്രായം പറഞ്ഞത്. ആ സെയിം അഭിപ്രായം ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ രജീഷ് ഭായ് ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ തീരാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞങ്ങളുടെ കുറ്റങ്ങളും കുറവുകളൊക്കെ പറഞ്ഞു തരാം. അതനുസരിച്ചിട്ട് ഞങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.